എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മിനീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ ബ്രോൺസൂവിലെ ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് പോകുന്നത്. വാക്ക് വിത്ത് മീ ഫ്രണ്ട്സ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ബട്ടർഫ്ലൈ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിലാണ് നമ്മളിപ്പം. ഇതിനകത്ത് നമുക്ക് എന്തുമാത്രം ബട്ടർഫ്ലൈസിനെ കാണാമെന്ന് നോക്കാം. ഇത് ബട്ടർഫ്ലൈക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡനാണ്. എൻട്രൻസ് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റിലാണ് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്കാണ് കയറി പോകേണ്ടത്. ഇതിനകത്താണ് നമുക്ക് ബട്ടർഫ്ലൈസ് ഉള്ളത്. ഹായ്, ഹൗ ആർ യു? ഇവിടെ നല്ല മിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഏത് ടൈപ്പിലെ ബട്ടർഫ്ലൈസിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതൊക്കെ എന്താ. നമുക്ക് ബട്ടർഫ്ലൈസിനെ തൊടാൻ പറ്റില്ല എന്ന് പ്രത്യേകം ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് ടച്ച് ദം. പക്ഷെ അത് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും കേട്ടോ. ഇത് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഗാർഡനാണ്. എൻ്റെ ഹെഡ്സെറ്റ് വെക്കട്ടെ എന്നെങ്കിൽ ഇത് പിടിച്ചു. ഇതിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു ടർട്ടൽസിനെയും കാണാൻ പറ്റും. ആമയുണ്ട് ഇതിനകത്ത്. ഇത് രണ്ടും ഗാർഡൻ്റെ അകത്ത്, ഈ ബട്ടർഫ്ലൈ ഗാർഡനകത്ത് തന്നെയാണ് ഉള്ളത്. ഇതിനകത്ത് രണ്ട് മക്കാവോയി ഇരിപ്പുണ്ട്. എന്താ ഇത് ഭംഗിയായിട്ടാണതിരിക്കണം നോക്കിയേ. ബ്യൂട്ടിഫുൾ ഗാർഡനകത്ത് അവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിളികളുണ്ട്. ബട്ടർഫ്ലൈ ക്യാച്ച് ചെയ്യാൻ ഇച്ചിരി ഭയങ്കര പാടാണ്. നമുക്ക് നിങ്ങളെ തൊടാൻ പറ്റില്ല കേട്ടോ. ഡോണ്ട് ടച്ച്. ഈ ഗാർഡനകത്ത് ധാരാളം ബട്ടർഫ്ലൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ഫിഷിൻ്റെ ഒരു പോണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെക്കാവോയ് തത്തമ്മൂള് ഇവിടെയുണ്ട്. മിസ്റ്റാണ് ഇവിടെ, നല്ല മിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഇവിടെ വിരിക്കുന്ന ഒരു ഇതാണ് അതിൻ്റെ ബാക്കിൽ കാണുന്നത്. നമുക്ക് അവിടെ അത് കാണാൻ പറ്റും. ഇതിനുള്ളിൽ നല്ല ഗോൾഡൻ ഫിഷുകളുണ്ട്. കാണാൻ പറ്റുന്നറിയില്ല. അതിനടിയിലേക്ക് കൂടെ പോകുന്നുണ്ട്. ബട്ടർഫ്ലൈസിൻ്റെ നമ്മൾ പാർക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നിറയെ ബട്ടർഫ്ലൈസിനെ കാണാം. ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇത്രയല്ല, ഇതിൽ കൂടുതൽ ബട്ടർഫ്ലൈസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് ബ്രോൺസൂവിലെ ബട്ടർഫ്ലൈക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷനാണ്. കുട്ടികൾക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് എന്നല്ലേ. ഇതൊരു ക്ലോസ് ഒബ്ജക്റ്റിലാണ് അവർ. പക്ഷെ അത് തന്നെ മിസ്റ്റ് അതിനാവശ്യമുള്ള എല്ലാ മോയ്സ്ചറൈസും ഇല്ലാത്തവരെ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സാധാരണ ഈ ബട്ടർഫ്ലൈസ് നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കും, പക്ഷെ നമുക്കതിനെ തൊടാൻ പറ്റില്ല എന്നുള്ളതൊരു പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. മെക്കാവോ ഇവിടെ ഇരിക്കുന്നുണ്ടാവും.
എത്ര ജിറാഫ് അവിടെ നിൽക്കണേ എന്താ. ഇതിനകത്ത് ഒട്ടകപ്പക്ഷിയുണ്ട്, എൻ്റെ മുട്ടയുണ്ട്, മയിലുണ്ട്, ജിറാഫ് ഉണ്ടോ. ഓപ്പൺ ഏരിയയിലാണ് ഇതുങ്ങളൊക്കെ കണ്ടത്. നമുക്ക് ആ സെക്ഷനിലേക്ക് നമുക്ക് മയിലുകളെ കാണാം. കൊട്ടാപ്പക്ഷികളൊക്കെ ഇത്ര അടുത്ത് കാണാം കേട്ടോ. ടൈഗർ, സിംഹം. രണ്ടും നല്ല ഉറക്കമാണ്. എല്ലാവരും കൈകൊട്ടി വിളിച്ചു, അവന്മാരിങ്ങോട്ടൊന്ന് ചാടിയിട്ട് വരണം. നോക്ക്, രണ്ടുപേരും അവിടെ നിന്ന് സുഖമായിട്ട് ഉറക്കമാണ്. അങ്ങേ സെക്ഷനിൽ മാനുണ്ട് കണ്ടോ. ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് കിടങ്ങുണ്ട് കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്കും ഒരു കിടങ്ങുണ്ട് കണ്ടോ. കണ്ടോ ഈ ചെടിയില്ലേ, ചെടിയുടെ ഇടയ്ക്ക് ഒരു കിടങ്ങുണ്ട് കണ്ടോ. ഇങ്ങോട്ട് ചാടി വരാതിരിക്കും കണ്ടോ. ആ കിടങ്ങുള്ളതുകൊണ്ടാണ് മനുഷ്യരുടെ അടുത്തോട്ട് ചാടി വരാതിരിക്കുന്നത്. കാണാം നല്ലൊരു കിടങ്ങ് ചുറ്റും വെച്ചിട്ടുണ്ട്. സോ ഓപ്പൺ ഏരിയയിലാണ് ആൾക്കാർ രണ്ടുപേരും ഉറങ്ങണേ. പക്ഷേ ഇതിനൊക്കെ ഒരു കിടങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ചുറ്റിനും അതുപോലത്തെ കിടങ്ങുണ്ട്. നല്ല ഒരു ഓപ്പൺ ഏരിയയിലാണ്. അങ്ങേ സെക്ഷനിൽ മാനുകളുണ്ട്, പക്ഷെ അതും കിടങ്ങിനപ്പുറത്താണ് അവർ നിൽക്കുന്നത്. If you likes my video, please subscribe, like and share and give me the valuable comments, and I will see you in my next video. Bye guys, love you all. Comment idan marakkarudhe. Bye bye. I am going in there. നമ്മൾ കയറിയത്